ചില സമയത്ത് നിങ്ങൾ അച്ഛന്റെ സ്വഭാവം കണ്ടിട്ടില്ല, ദേഷ്യം വരും മനുഷ്യന്. കാര്യമൊന്നുമില്ല, പക്ഷെ എല്ലാവരുടെയും വെറുപ്പ് സമ്പാദിക്കും. അമ്മ അച്ഛൻ ദേഷ്യം പെടുമ്പോ അമ്മയും തിരിച്ച് ദേഷ്യപ്പെടാതിരുന്നാ മതി. ആ സമയത്ത് അമ്മ അച്ഛനൊന്ന് സോപ്പിട്ട് നോക്ക്, എല്ലാം ശരിയാ, ഒരു കുഴപ്പം ഉണ്ടാവൂല. എന്റെ ലച്ചു നീ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങള്. ഇപ്പൊ ശ്രീരാജേട്ടന് പൈസ അച്ഛൻ കൊടുക്കാന്ന് പറയുന്ന സമയത്ത് ബാലു അവിടെ ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പൊ ഈ കാര്യം ബാലു അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു കഴിയുമ്പോ അച്ഛൻ എന്താ വിചാരിക്കണത്? ബാലുവിന്റെ അടുത്ത് നമ്മൾ പറഞ്ഞ് പറയിപ്പിക്കാണെന്നല്ലേ വിചാരിക്കുള്ളൂ. അത് ഓർക്കുമ്പോൾ എന്റെ ടെൻഷൻ. അത് ശരിയാണല്ലോ. ഇതാരെ പറഞ്ഞ് എനിക്കറിയണം. എടാ, അച്ഛൻ്റെ അടുത്ത് ആ കാര്യം പറയുമ്പോ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ അച്ഛൻ ആ കാര്യം അറിഞ്ഞത്? അച്ഛനോട് അച്ഛൻ അത് പറഞ്ഞു കഴിയുമ്പോ എന്താ സംഭവം എന്ന് എനിക്കറിയാമോ? അച്ഛനോട് അച്ഛൻ ആ കാര്യം അമ്മ എന്തമ്മാ പറയണേ? എടാ പോടാ പോടാ. ഓ, അമ്മ മറ്റേ കാര്യമാണോ ഉദ്ദേശിച്ചത്? അമ്മ നിങ്ങളോട് നമ്മുടെ ശ്രീരാഘമാമ്മ മറ്റേ കാശ് ചോദിച്ച കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വന്നിട്ടില്ല. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഞാൻ വന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ ഞാൻ എങ്ങനെ കേൾക്കും? ഞാൻ കേൾക്കാത്ത കാര്യം ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു കൊടുക്കും. പക്ഷേ പറഞ്ഞതുപോലെ പറഞ്ഞ പോലെ ഇവന് ഉണ്ടായിരുന്നില്ലല്ലോ. അല്ല, ഉണ്ടായിരുന്നെന്നാണ് എനിക്ക് തോന്നണത്. ചേച്ചി ഞാൻ വില വിളിച്ചു പറയും കേട്ടോ. അമ്മ അതൊക്കെ വിടമ്മ. ഇനിയിപ്പോ അച്ഛൻ അപ്പൂപ്പന്റെ അടുത്ത് ചോദിക്കാൻ പോകുന്നതിന് മുന്നേ നമുക്കങ്ങ് ബ്ലോക്ക് ചെയ്താ പോരെ? പ്രശ്നം തീർന്നില്ലേ? അല്ല, എനിക്കത് ആരാണ് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തതെന്നാണ് ഇപ്പൊ അറിയേണ്ടത്. എടാ, നീ പോയി വിഷ്ണു വിളിച്ചോണ്ടോ. ഓക്കെ, അച്ഛൻ എന്തറിഞ്ഞാലും പ്രശ്നമാണെന്ന് എല്ലാവരും പറയുകയും ചെയ്യും. എന്ത് കാര്യം അറിഞ്ഞാലും അച്ഛൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. എന്ത് പിള്ളേരാണിത്? അമ്മ എടാ നീ ആളയച്ച് ചെറുക്കനെ വരുത്തിയവരൊക്കെ ഞാൻ അറിഞ്ഞു. ഇതിൽ വന്നത് എന്താണ് ഇവിടെ കരയുന്നത്? കാര്യം എന്താ ഇവിടെ? ഞാൻ ആളെ വിട്ട് വിളിപ്പിച്ചെന്നാ? എടാ കേശു, അച്ഛൻ ഞാൻ മുടിയഞ്ചേട്ടൻ്റെ റൂമിലോട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയപ്പോ മുടിയഞ്ചേട്ടൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ നിന്ന്. അപ്പൊ ഞാൻ ചേട്ടൻ്റെ കൂടെ അങ്ങ് വന്നു. മക്കളെ കേശു, അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധം മറന്ന് ഒരുപാട് കളി കളിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ അടുത്ത് നമ്പർ ഇറക്കല്ലേ. ഇവിടെ കിടന്ന് ഓരോ നമ്പറിൽ ബാലു സീറ്റ് അടിച്ചിട്ട് ഇറങ്ങണം, അറിയാമോ? അച്ഛാ അത് വിടച്ചാ. അപ്പൂപ്പൻ ഇപ്പൊ നമ്മൾ ഒരു നോക്ക് കാണാൻ വേണ്ടി ഓടിപ്പിടിച്ച് വന്നതല്ലേ. ആ അപ്പൂപ്പന്റെ അടുത്ത് ഈ പൈസയുടെ കാര്യവും പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ പോണത് ശരിയാണോ? ശരിയാണോ ചേട്ടാ? അച്ഛാ അവള് പറഞ്ഞതിൽ കാര്യമുണ്ട്. നോക്കിയേ, അവരെ എന്താ ഡീല് ചെയ്തിട്ട് വെച്ചാ പൈസയുടെ കാര്യം നമ്മൾ എന്തിനും ആവശ്യമില്ലാണ്ട് പ്രശ്നം വലിച്ചെടുക്കണത്. ഇവിടെ ഈ കൂട്ടങ്ങൾ ഒരുപാട് നാളായിട്ട് നമ്മളെ പറ്റിച്ച് ഇടപാട് നടത്താൻ തുടങ്ങണത്. ഈ പൊട്ടിയില്ലേ, പൊട്ടി ഇവിടെ പറ്റിക്ക് എളുപ്പമാണ്. പൊട്ടി നിങ്ങളെ എടി എന്റെ അമ്മ എന്ന് പറയാൻ വന്നില്ലടി, എന്റെ അമ്മയ്ക്ക് പറയാൻ വന്നില്ലടി. എന്റെ ദൈവമേ, ഈ മനുഷ്യനെ അകറ്റാനും കൊള്ളൂല, അടുപ്പിക്കാനും കൊള്ളൂല. തന്നെ അങ്ങനെ ഇരിക്കട്ടെ, കുട്ടമ്പള വരട്ട്. എടി ശ്രീജായന് കൊടുത്ത പൈസ മാത്രമല്ല വസ്തുക്കളുടെ കാര്യം എല്ലാം കൂടെ ഞാൻ ചോദിച്ച് അങ്ങനെ ഞാൻ കൊടുക്കോടി. നോക്കിയോ, അച്ഛന്റെ മുമ്പ് വെച്ച് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാ ഞാൻ അച്ഛനിരിക്കുന്നെന്ന് വിചാരിക്കില്ല കേട്ടാ. അച്ഛനിരിക്കുന്ന വിചാരിക്കണമെന്ന് വെച്ചാൽ അങ്ങനെ രൂപ നീ അടിക്കോടി. എടി അങ്ങനെ ഉദ്ദേശിച്ചത് അങ്ങനെ രൂപ നീ അടിക്കോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെ അങ്ങനെ രൂപ നീ മണ്ണ് നോടി, നീ തടക്കണ മണ്ണ് നീ. അയ്യടാ, പടവലത്തിൽ നിന്ന് എഴുന്നള്ളി കൊച്ചുമക്കളെ സ്നേഹം വിളമ്പിട്ട് അങ്ങ് തിരിച്ചു പോകാൻ പോണു. എന്റെ പൊന്നുമക്കൾ ലച്ചു പറഞ്ഞോണ്ട് അറിഞ്ഞ ശ്രീരായന് പൈസ കൊടുക്കാൻ പോണ വിവരം അറിയാ? ശ്രീരായന് പൈസ കൊടുക്കാൻ പോണ വിവരം എന്റെ ലച്ചുവരെ പറഞ്ഞത്. അവള് പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. യേശു സോറി കേട്ടാ. അപ്പൊ നീയാണ് പറഞ്ഞു കൊടുത്തത്? ചേച്ചിയായിരുന്നല്ലേ പതിനോട് പറഞ്ഞു കൊടുത്തത്. പറയടി. കൊന്നാടി